കോയമ്പത്തൂരിലുള്ള ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പാലക്കാട് വണ്ടാഴിയിലെത്തി മധ്യവയസ്കൻ സ്വയം വെടിവെച്ച് മരിച്ചു. വണ്ടാഴി സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത്. ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷമാണ് കൃഷ്ണകുമാർ നാട്ടിലെത്തിയത് എന്നാണ് നിഗമനം. കൃഷ്ണകുമാറാണ് കേട്ടോ മരിച്ചത്. മകനാ മരിച്ചത്. അച്ഛൻ തൊട്ടടുത്ത് നിൽക്കണ്ടായിരുന്നു. അച്ഛൻ കാണുന്നുണ്ട് ഈ സംഭവമൊക്കെ. പക്ഷെ ആള് വിചാരിച്ചത് കുഴഞ്ഞു വീണ് വിരിച്ചത്. അടുത്ത് പോകുമ്പോഴാണ് എയർ ഗണ്ണ് കാണുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഇത് എന്താകാം ഇയാളെ ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് എന്തെങ്കിലും നിഗമനങ്ങളുണ്ടോ? അനുജ, കുടുംബവഴക്ക് തന്നെയാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്കും പിന്നീടുള്ള ആത്മഹത്യയിലേക്കും നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക നിഗമനം. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയാണ് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടാഴി സ്വദേശിയായിട്ടുള്ള കൃഷ്ണകുമാർ ഇന്ന് പുലർച്ചെയാണ് ഇവിടെ നിന്ന് കോയമ്പത്തൂരിലെ കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ കൃഷ്ണകുമാറിന്റെ ഭാര്യയും 2 മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഭാര്യയെ അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 8:30-ക്ക് ശേഷമാണ് കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അതിനുശേഷം ആ കാണുന്ന കാറിൽ ഒരു എയർ ഗൺ ഉണ്ടായിരുന്നു. ഈ എയർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഫോറൻസിക് സംഘം നിൽക്കുന്ന ആ മേഖലയിൽ നിന്നാണ് വെടിയുതിർക്കുന്നത്. അതിനുശേഷം ഈ തോക്കടക്കം ദൂരത്തേക്ക് ഒരു 5 മീറ്റർ അകലത്തേക്ക് ഈ തോക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഈ കൃഷ്ണകുമാറിന്റെ പിതാവ് ഇതിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. ആദ്യം പിതാവ് കരുതിയത് കുഴഞ്ഞു വീണതാകാം എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഓടിയെത്തുന്ന സമയത്താണ് ഈ വെടിയേറ്റ നിലയിൽ കൃഷ്ണകുമാറിനെ കണ്ടെത്തുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ ഈ അന്വേഷണത്തിലാണ് ഈ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷമാണ് കൃഷ്ണകുമാർ ഇവിടെ എത്തി ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് തന്നെയാണ് കണ്ടെത്തുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്. അക്കാണുന്ന കാറിലായിരുന്നു കൃഷ്ണകുമാർ എത്തിയത്. ആ കാറിൽ നിന്ന് ഈ തോക്കിലെ മറ്റ് തിരകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തുകയാണ്. വിശദമായ അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് സൂരജ്? അവരുടെ മൃതദേഹം നിലവിലുള്ളത് എവിടെയാണ്? ഈ ഭാര്യയുടെ മൃതദേഹം നിലവിൽ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഭാര്യയും ഇതേ എയർഗൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കുടുംബ വഴക്കിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് കോയമ്പത്തൂരിലേക്ക് എത്തുന്നത്. വീട്ടിൽ പറഞ്ഞിരുന്നത് ഏറെക്കാലം ഈ കൃഷ്ണകുമാർ വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാസ്പോർട്ട് ശരിയാക്കുന്നതിന് വേണ്ടി അതിരാവിലെ പാലക്കാടേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛനെയൊക്കെ അടക്കം ധരിപ്പിച്ചതിന് ശേഷമാണ് കൃഷ്ണകുമാർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം ഈ കോയമ്പത്തൂരിലെത്തിയതിനു ശേഷം വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയും ചെയ്തു. പക്ഷേ പാലക്കാട് പാസ്പോർട്ട് ഓഫീസിലെത്തി എന്ന തരത്തിലേക്കായിരുന്നു വീട്ടിലേക്ക് വിളിച്ചറിയിച്ചിരുന്നത്. ഇവർ പാസ്പോർട്ട് ഓഫീസിലാണ് എന്ന് കരുതിയിരുന്നിരുന്നു. അതിനുശേഷമാണ് ഈ പ്രതി കൃത്യം നടത്തുന്നത്. ഇതിനോടകം തന്നെ ഈ കൃഷ്ണകുമാറിന്റെ സംഗീതയെ കൊലപ്പെടുത്തുന്ന സമയത്ത് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി പുറപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കുട്ടികൾ പോയതിനു ശേഷം സംഗീതയെ അവിടെ വെച്ച് ഇതേ എയർഗൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷമാണ് പ്രതി കോയമ്പത്തൂരിൽ നിന്ന് ഈ വണ്ടാഴിയിലെ വീട്ടിലേക്ക് തിരിക്കുന്നത്. ഇതിനിടയിൽ ബന്ധുക്കളെ വിളിച്ചിട്ട് പ്രതി പറഞ്ഞു, വീട്ടിൽ അച്ഛന് സുഖമില്ല, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോവുകയാണെന്ന തരത്തിൽ ഈ ബന്ധുക്കളെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഈ കോയമ്പത്തൂരിൽ സംഗീതയെ കൊലപ്പെടുത്തിയ വിവരം ആളുകൾ അറിയാതിരിക്കുന്നതിന് വേണ്ടിയാകാം ഇത്തരത്തിൽ വീട്ടിൽ അച്ഛന് സുഖമില്ല എന്ന തരത്തിൽ തെറ്റായ വിവരം നൽകിയതെന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതിനുശേഷമാണ് ഈ പ്രതി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൊണ്ടാഴിയിലെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഈ ഗേറ്റിന് മുന്നിൽ വെച്ച് ഈ കയ്യിൽ കരുതിയ തോക്കുപയോഗിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അനുജ.